കപ്പൽ അപകടത്തിന് പിന്നാലെ കൊച്ചി തീരവും വലിയ ആശങ്കയിലാണ്. കൊച്ചിയിൽ നിന്ന് അഞ്ജന അനിൽകുമാറിന്റെ റിപ്പോർട്ട് കൂടി കാണാം. രണ്ടാഴ്ചക്കിടെ അറബിക്കടലിൽ 2 കപ്പൽ അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പരക്കെ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ ഉണ്ടായ അപകടത്തിന് പിന്നാലെ കേരള തീരത്ത് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കോഴിക്കോട് മുതൽ കൊച്ചി വരെയുള്ള തീരങ്ങളിൽ കണ്ടെയ്നർ അടിയാനുള്ള സാധ്യത കണക്കിലെടുത്ത് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് വൈപ്പിൻ ഹാർബറിലാണ്. ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളും ആശങ്കയിലാണ്. കൊച്ചിയിൽ പരമ്പരാഗതമായി മത്സ്യത്തൊഴിൽ ചെയ്തു വരുന്ന ആളുകളുണ്ട്. ഇവർക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഇത് കൂടാതെ ഇപ്പോൾ ട്രോളിംഗ് നിരോധനമുണ്ട്. എങ്ങനെയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ? എന്തൊക്കെയാ? മീൻ പിടിക്കാൻ കഴിയുന്നില്ല. മീൻ മൊത്തത്തിൽ കുറവാണ് ഇവിടെ വരുന്നത് ഇപ്പം. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ട്. ഞങ്ങൾക്ക് എങ്ങനെ മൊത്തത്തിൽ മത്സ്യസമ്പത്തിനെ ബാധിച്ചിട്ടുണ്ടോ? ഇതിപ്പോൾ രണ്ടാമത്തെ അപകടം. ഇപ്പോൾ ഈ സമയത്തെന്ന് വെച്ചാൽ ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ കൂടുതൽ മത്സ്യങ്ങൾ ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ ഈ പ്രാഞ്ഞിൽ, അതുകൂട്ട് തന്നെ ചെമ്പല്ല്. ഇപ്പോൾ ഈ ചെമ്പല്ല് എന്ന് പറഞ്ഞാൽ മീറ്റിന് ഒരുപാട് കേടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു തരം വൈറസ് പോലെ ഒരു ഫംഗസ് അതിന് പിടിപെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ കപ്പൽ മുങ്ങിയതുകൊണ്ടാണ് എന്നുള്ള അറിയില്ല കറക്റ്റായിട്ട്. പൊതുവെ ഇപ്പോൾ ഇവിടെ പണി ഇത്തിരി മോശമാണ്. ഈ സമയത്തൊക്കെ ഒരുപാട് പണി നടക്കുന്ന സമയമാണിത്. ഇപ്പോൾ ഈ ചീനവലയിലാണെങ്കിലും ഇപ്പോൾ ഈ സമയത്ത് ഈ കിഴക്കുന്നുള്ള വെള്ളം, ഈ ഡാമൊക്കെ തുറന്നു കഴിയുമ്പോൾ ഒരുപാട് അഴുക്ക് വെള്ളങ്ങൾ വരുന്നുണ്ട്. അത് വരുന്നതനുസരിച്ച് തന്നെ ഈ പുറംകടലിൽ നിന്ന് കയറുന്ന മത്സ്യങ്ങൾ കുറവാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുന്ന വെള്ളവും കടലിൽ നിന്ന് വരുന്ന വെള്ളമായിട്ട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ നേരത്തെ എന്ന് വെച്ചാൽ ഈ സമയത്ത് ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ കൂടുതൽ പണി നടന്നിരുന്നു വെച്ചാൽ ഇപ്പോൾ 1000 രൂപ തേച്ച് ഇന്ന് പണി നടന്നിട്ടില്ല. എങ്ങനെയാ പരമ്പരാഗതമായി ഈ തൊഴിൽ തന്നെയാണോ ചേട്ടൻ ചെയ്ത് ജീവിക്കുന്നത്? ഇപ്പം മീൻ കുറവാണ്. ഈ ജൂൺ ജൂലൈയിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടേണ്ടതാണ്. ഇപ്പം മൊത്തം കുറവാണ് മീൻ. എന്തായാലും കാര്യമായ രീതിയിൽ മത്സ്യസമ്പത്തിനെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. സാധാരണ ജൂൺ സമയമെല്ലാം തന്നെ ധാരാളം മത്സ്യങ്ങൾ കിട്ടുന്നൊരു സമയമാണ്. ഈ അപകടങ്ങളുടെ പശ്ചാത്തലത്തിലാണോ എന്നത് വ്യക്തമല്ല. എന്നാലും മത്സ്യസമ്പത്തിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രജീഷിനൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.